ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 21-ാമത്തെ അധ്യായം, അതിൽ 46-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. മൗക്തികൈഃ കുസുമസ്രഗ്ഭിർദുകൂലൈഃ സ്വർണതോരണൈഃ മഹാസുരഭിഭിർധൂപൈർമണ്ഡിതം തത്ര തത്ര വൈ ചന്ദനാഗുരുതോയാർദ്രരഥ്യാ ചത്തുരമാർഗവത് പുഷ്പാക്ഷതഫലൈസ്തോക്മൈർലാജൈർഅർച്ചിഭിർഅർച്ചിതം സവൃന്ദൈഃ കദളീസ്തംഭൈഃ പൂഗപോതൈഃ പരിഷ്കൃതം തരുപല്ലവമാലാഭിः സർവതഃ സമലം കൃതം പ്രജാസ്തം ദീപബലിഭിः സംഭൃതാശേഷമംഗളൈഃ അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാः ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ ചർദ്വിജാം വിവേശ ഭവനം വീര സ്തൂയമാനോ ഗതസ്മയഃ പൂജിത പൂജയാമാസ തത്ര തത്ര മഹായശാഃ പൗരാഞ്ജാനപദാംസ്താൻ പ്രീതപ്രിയവരപ്രദഃ സേവമാദിന്യനവദ്യചേഷ്ടിത കർമാണി ഭൂയാംസി മഹാൻ മഹത്തമഃ കുർവൻ ശശാസാവനിമണ്ഡലം യശ സ്ഫീതം നിധായാരുരുഹേ പരം പദം. സൂത ഉവാച. തദാദിരാജസ്യേഷോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത്സഭാജിതം ക്ഷത്താ മഹാഭാഗവതഃ സദസ്പദേ കൗശാരവിം പ്രാഹ ഗൃണന്തമർച്ചയൻ. വിദുര ഉവാച. സോഭിഷിക്തപൃഥുർവിപ്രൈർലബ്ധാശേഷസുരാർഹണഃ ബിഭ്രത്സ വൈഷ്ണവം തേജോ ബാഹുര്യാഭ്യാം ദുദോഹഗാം കോന്യസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാ ലോകാഃ സപാലാ ഉപജീവന്തി കാമമദ്യാപി തന്മേ വദ കർമ്മശുദ്ധം. മൈത്രേയ ഉവാച. ഗംഗായമുനയോർനദ്യോരന്തരാ ക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയാ സർവത്രാസ്ഖലിതാ ദേശസപ്തദ്വീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകുലാദന്യത്ര അച്യുതഗോത്രതഃ ഏകദാസീൻ മഹാസത്രദീക്ഷാ തത്ര ദിവൗകസാം സമാജോ ബ്രഹ്മർഷീണാം രാജർഷീണാം ച സത്തമാ തസ്മിന്നർഹൽസു സർവേഷു സ്വർച്ചിതേഷു യഥാർഹതഃ ഉത്ഥിതസ്തദസോ മധ്യേ താരാണാമുടുരാടിവ പ്രാംശുപീനായത ഭുജോ ഗൗരക്കഞ്ചാരുണേക്ഷണഃ സുനാസസ്സു മുഖഃ സൗമ്യ പീനാംസസ്സു ദ്വിജസ്മിതഃ വ്യൂഢവക്ഷാ ബൃഹത്ശ്രോണിർവലിവദ്ഗുദളോദരഃ ആവർത്തനാഭിർഓജസ്വീ കാഞ്ചനോരുരുദഗ്രപാത് സൂക്ഷ്മവക്രാസിതസ്നിഗ്ധമൂർധജക്കമ്പുകന്ധരഃ മഹാധനേതുകൂലാഗ്രേ പരിധായോപവീയ ച വ്യഞ്ജിതാശേഷഗാത്രശ്രേണിയമേന്യസ്തഭൂഷണഃ കൃഷ്ണാജിനധരഃ ശ്രീമാൻ കുശപാണികൃതോചിതഃ ശിശിരസ്നിഗ്ധതാരക്രാക്ഷ സമൈക്ഷത സമന്തതഃ ഊജിവാനിതമുർവീശ സദസംഹർഷയന്നിവ ചാരുചിത്രപദം ശ്ലക്ഷ്ണം മൃഷ്ടം ഗൂഢമവിക്ലവം സർവേഷാമുപകാരാർത്ഥം തദാ അനുവദന്നിവ. രാജോവാച. സഭ്യാഃ ശൃണുത ഭദ്രം വ സാധവോ യൈഹാഗതാഃ സൽസു ജിജ്ഞാസുഭിർധർമ്മമാവേദ്യം സ്വമനീഷിതം അഹം ദണ്ഡധരോ രാജാ പ്രജാനാമിഹ യോജിതഃ രക്ഷിതാ വൃത്തിദഃ ശിവേഷു സേതുഷു സ്ഥാപിതാ പൃഥക്. തസ്യ മേ തദനുഷ്ഠാനാദ്യാനാഹുർബ്രഹ്മവാദിനഃ ലോകാസ്യുക്കാമസന്തോഹ യസ്യ തുഷ്യതി ദിഷ്ട്യദൃക് യ ഉദ്ധരേത്കരം രാജാ പ്രജാധർമ്മേഷ്വശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാതി ച തൽപ്രജാഃ ഭർതൃപിണ്ഡാർത്ഥം സ്വാർത്ഥമേവാനസൂയവഃ ഗുരുതാധോക്ഷജധിയ സ്തർഹി മേനുഗ്രഹകൃതഃ യൂയം തദനുമോദധ്വം പിതൃദേവർഷയോ അമലാഃ കർത്തുശാസ്തുരനുജ്ഞാതുസ്തുല്യം യൽപ്രേത്യതൽഫലം അസ്തി യജ്ഞപതിർനാമക്കേഷാം ചിദർഹസത്തമാഃ ഇഹാമുത്ര ച ലക്ഷ്യന്തെ ജ്യോത്സ്നാവത്യക്വചിദ് ഭുവഃ മനോരുത്താനുപാദസ്യ ധ്രുവസ്യാപി മഹീപദേ പ്രിയവ്രതസ്യ രാജർഷേരംഗസ്യാസ്തൽപിതുഃ ഈദൃശാനാം അഥാന്യേഷാമജസ്യ ച ഭവസ്യ ച
പ്രഹ്ലാദസ്യ ബലേശ്ചാപി കൃത്യമസ്തി ഗദാഭൃതാ ദൗഹിത്രാദീനൃതേ മൃത്യോ ശോച്യാൻ ധർമ്മവിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണൈകാത്മ്യഹേതുനാ യൽപാദസേവാഭിരുചിസ്തപസ്വിനാമശേഷജന്മോപചിതം മലം ധിയ സദ്യക്ഷിണോത്യന്വഹമേധതി സതി യഥാ പദാംഗുഷ്ഠവിനിസൃതാ സരിത് വിനിർധുദാശേഷമനോമലപ്പുമാനസം ഗവിജ്ഞാന വിശേഷവീര്യവാൻ യദംഘ്രിമൂലേ കൃതകേതനഃ പുനർന സംസൃതിം ക്ലേശവഹാം പ്രപദ്യത്തെ തമേവ യൂയം ഭജതാത്മവൃത്തിഭിർ മനോവചക്കായ ഗുണൈഃ സ്വകർമ്മഭിः മാമായിനക്കാമദുദാംഘ്രിപങ്കജം യഥാധികാരാവസിതാർത്ഥ സിദ്ധയഃ അസാവിഹാനേക ഗുണോദ്ധ്വര പൃഥഗ് വിധദ്രവ്യഗുണക്രിയോക്തിഭിः സമ്പദ്യതേ അർത്ഥാശയലിംഗനാമഭിർ വിശുദ്ധ വിജ്ഞാനഘനസ്വരൂപതഃ പ്രധാനകാലാശയധർമ്മസംഗ്രഹേ ശരീര ഏഷ പ്രതിപദ്യ ചേതനാം ക്രിയാഫലത്വേന വിഭുർവിഭാവ്യത്തെ യഥാനലോ ദാരുഷു തൽഗുണാത്മകഃ അഹോ മമാമി വിതരന്ത്യനുഗ്രഹം ഹരിം ഗുരും യജ്ഞഭുജാമധീശ്വരം സ്വധർമ്മയോഗേന യജന്തി മാമകാ നിരന്തരം ക്ഷോണിതലേ ദൃഢവ്രതാഃ മാ ജാതു തേജപ്രഭവേന്മഹർദിഭിസ്തിദിക്ഷയാ തപസാ വിദ്യയാ ച ദേദീപ്യമാനേ ജിതദേവതാനാം കുലേ സ്വയം രാജകുലാൽ ദ്വിജാനാം ബ്രഹ്മണ്യദേവ പുരുഷ പുരാതനോ നിത്യം ഹരിര്യച്ചരണാഭിവന്ദനാത് അവാവലക്ഷ്മീമനപായിനിം യശോ ജഗൽപവിത്രം ച മഹത്തമാഗ്രണീഃ യത്സേവയാശേഷഗുഹാശയസ്വരാഡ് വിപ്രപ്രിയസ്തുഷ്യതി കാമമീശ്വരഃ തദേവ തദ്ധർമ്മപരൈർവിനീതൈഃ സർവാത്മനാ ബ്രഹ്മകുലം നിഷേവ്യതാം പുമാൻ ലഭേദാനതിവേലമാത്മനഃ പ്രസീദതോത്യന്തശമം സ്വതസ്വയം യന്നിത്യസംബന്ധനിഷേവയാ തതഃ പരം കിമത്രാസ്തി മുഖം ഹവിർഭുജാം അശ്നാത്യനന്ദഃ ഖലു തത്വകോവിദൈഃ ശുദ്ധാഹുതം യന്മുഖ ഇജ്യനാമഭീന വൈ തഥാ ചേതനയാ ബഹിഷ്കൃതേ ഉദാശനേ പാരമഹംസ്യ പര്യഗൂഃ യദ്ബ്രഹ്മ നിത്യം വിരജം സനാതനം ശ്രദ്ധാതപോ മംഗളമൗനസംയമൈഃ സമാധിനാ ബിഭ്രതിഹാർത്ഥദൃഷ്ടയേ യത്രേദമാദർശൈവാവഭാസത്തെ തേഷാമഹം പാദസരോജരേണുമാര്യ വഹേയാധികിരീടമായുഃ യം നിത്യദാ ബിഭ്രത ആശുപാപം നശ്യിത്യമും സർവഗുണാ ഭജന്തി ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുതേനുസമ്പദ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദന സാനുചരശ്ച മഹ്യം മൈത്രേയ ഉവാച ഇതി ബ്രുവാണം നൃപതിം പിതൃദേവദ്വിജാതയഃ തുഷ്ടുവൃഹൃഷ്ടമനസാ സാധുവാദേന സാധവഃ പുത്രേണ ജയത്തെ ലോകാനിതി സത്യവതീ ശ്രുതി ബ്രഹ്മദണ്ഡഃ തപ്പാപോ യദ്വേനോത്യതരത്തമഃ ഹിരണ്യകശിപുശ്ചാപി 47ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. ഹിരണ്യകശിപുശ്ചാപി ഭഗവൻ നിന്ദയാ തമഃ വിവിക്ഷുരത്യഗാത്സൂനോ പ്രഹ്ലാദസ്യാനുഭാവതഃ ഹിരണ്യകശിപുശ്ചാപി ഭഗവൻ നിന്ദയാ തമഃ വിവിക്ഷുരത്യഗാത്സൂനോ പ്രഹ്ലാദസ്യാനുഭാവതഃ. ഭഗവൻ നിന്ദയാൽ ആ നരകമാകുന്ന അന്ധകാരത്തെ പ്രാപിക്കേണ്ടിയിരുന്ന ആ കശിപുവും ആ പുത്രനായിരിക്കുന്ന ആ പ്രഹ്ലാദൻ്റെ ആ സദ്ഭാവം കൊണ്ട് അത്യഗാത് അതിനെ അതിജീവിച്ചു എന്ന് പറയുകയാണ്. ഹിരണ്യകശിപുശ്ചാപി ഹിരണ്യകശിപു വരെ ഭഗവൻ നിന്ദയാ തമഃ ആ ഭഗവൻ നിന്ദയാൽ തമഃ ആ നരകം ആകുന്ന വിവിക്ഷുരത്യഗാത് സൂനോഹ ആ പ്രാപിക്കേണ്ടിയിരുന്ന ആ നരകത്തെ അതിനെ അതിജീവിച്ചു. വിവിക്ഷുരത്യഗാത് അതിനെ അതിജീവിച്ചു പുത്രൻ കാരണം, പുത്രനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ അനുഭാവം കാരണം സദ്ഭാവം കൊണ്ട് അത്യഗാത് അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ്.
ഹിരണ്യകശിപുശ്ചാപി ഭഗവന്നിന്ദയാ തമഃ വിവിക്ഷുരത്യഗാത് സൂനോ പ്രഹ്ലാദസ്യാനുഭാവതഃ. ഭഗവന്നിന്ദയാൽ തമഃ നരകമാകുന്ന അന്ധകാരത്തെ വിവിക്ഷു പ്രാപിക്കേണ്ടിയിരുന്ന ഹിരണ്യകശിപു അപി ആ ഹിരണ്യകശിപുവും കൂടി സൂനോഹോ ആ പുത്രനായിരിക്കുന്ന പ്രഹ്ലാദസ്യ ആ പ്രഹ്ലാദൻ്റെ അനുഭാവതഃ സദ്ഭാവം കൊണ്ട് അത്യഗാത് അതിനെ അതിജീവിച്ചു. ഒന്നും കൂടി പറയാം. ഭഗവൻ നിന്ദയാൽ തമഹ നരകമാകുന്ന അന്ധകാരത്തെ വിവിക്ഷു പ്രാപിക്കേണ്ടിയിരുന്ന ഹിരണ്യകശിപു അപി ഹിരണ്യകശിപുവും സൂനോഹോ ആ പുത്രനായിരിക്കുന്ന പ്രഹ്ലാദസ്യ ആ പ്രഹ്ലാദൻ്റെ അനുഭാവതഃ സദ്ഭാവം കൊണ്ട് അത്യഗാത് അതിനെ അതിജീവിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഭഗവന്നിന്ദയാ തമഹ വിവിക്ഷു ഹിരണ്യകശിപുശ്ച അപി സൂനോഹ പ്രഹ്ലാദസ്യ അനുഭാവതഃ അത്യഗാത്. ഒന്നും കൂടി പറയാം. ഭഗവന്നിന്ദയാ തമഹ വിവിക്ഷു ഹിരണ്യകശിപുശ്ച അപി സൂനോഹ പ്രഹ്ലാദസ്യ അനുഭാവതഃ അത്യഗാത്. ആ ഭഗവൻ നിന്ദയാൽ ആ നരകമാകുന്ന അന്ധകാരത്തെ പ്രാപിക്കേണ്ടിയിരുന്ന ആ ഹിരണ്യകശിപുവും കൂടി ആ പുത്രനായ പ്രഹ്ലാദൻ്റെ സദ്ഭാവം കൊണ്ട് അതിനെ അതിജീവിച്ചു. അപ്പോൾ ആ ഹിരണ്യകശിപു ഭഗവാനെ നിന്ദിക്കാൻ നരകം പ്രാപിക്കേണ്ടതായിരുന്നു. പുത്രനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ ആ മഹാത്മ്യത്താലാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുത്രനെ കൊണ്ട് ആ പുണ്യലോകങ്ങളെ നേടുന്നു എന്നുള്ള ആ വേദവാക്യം മുമ്പത്തെ ശ്ലോകത്തിലെ വേദവാക്യം യഥാർത്ഥമാകുന്നു. എന്തെന്നാൽ ആ പാപവാനും ബ്രാഹ്മണശാപത്താൽ നിഹരിക്കപ്പെട്ടവനുമായിരിക്കുന്ന ആ വേനൻ ആ നരകാന്ധകാരത്തെ തരണം ചെയ്തു. അതുപോലെ ആ ഹിരണ്യകശിപുവും ഭഗവത് തിരസ്കാരത്താൽ നരകാന്ധകാരത്തിൽ പ്രവേശിക്കുവാൻ തുടങ്ങവേ ആ പുത്രനായ പ്രഹ്ലാദൻ്റെ അനുഭാവത്താൽ അതിനെ മറികടന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൽപുത്രനായിരിക്കുന്ന ആ ഭഗവാനെ നിന്ദിച്ചതിനാൽ നരകത്തിൽ പ്രവേശിക്കേണ്ട ഹിരണ്യകശിപുവും ആ സൽപുത്രനായിരിക്കുന്ന പ്രഹ്ലാദൻ്റെ ആ ഭഗവത് ഭക്തി മഹാത്മ്യത്താൽ നരകത്തെ അതിക്രമിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ പുത്രേണ ലോക കഴിഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപുരപി ഹിരണ്യകശിപു കൂടി ഹിരണ്യകശിപുരപി പ്രഹ്ലാദസ്യ പ്രതാപാത് പ്രഹ്ലാദൻ്റെ പ്രതാപം കൊണ്ട് തമസ്തതാര അന്ധകാരത്തെ നരകാന്ധകാരത്തെ തരണം ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. ഹിരണ്യകശിപുരപി ഹിരണ്യകശിപു പോലും പ്രഹ്ലാദൻ്റെ പ്രതാപം കൊണ്ട് തമസസ്തതാര ആ നരകത്തെ താരണം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 48ാമത്തെ ശ്ലോകം. 48ാമത്തെ ശ്ലോകം. വീരവര്യപിത പൃഥ്വ്യാഃ സമാഃ സംജീവ ശാശ്വതീ യസ്യേദൃശ്യച്യുതേ ഭക്തി സർവലോകൈകഭർത്തരി. വീരവര്യപിത പൃഥ്വ്യാ സമാഃ സംജീവ ശാശ്വതീ യസ്യേദൃശ്യച്യുതേ ഭക്തി സർവലോകൈകഭർത്തരി. അല്ലയോ ആ വീരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ആ രാജ്യത്തിൻ്റെ പിതാവായിട്ടുള്ളവനെ, പൃഥ്വ്യാഃ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പിതഃ രാജ്യത്തിൻ്റെ പിതാവുമായിട്ടുള്ളവനെ, യാതൊരു അങ്ങയ്ക്ക് സർവലോകങ്ങളുടെയും ഒരേ ഒരു നാഥനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിൽ ഈ വിധം ഭക്തിയുണ്ടായല്ലോ. സമാഃ സംജീവ ശാശ്വതീ യസ്യേദൃശ്യ അച്യുതേ ഭക്തി സർവലോകൈക ഭർത്തരി.
സർവലോകങ്ങളെയും നാഥനായിരിക്കുന്ന സർവലോകൈക ഭർത്തരി യസ്യേദൃശ്യ അച്യുതേ, ആ അച്യുതനിൽ ഈദൃശ ഭക്തി ഉണ്ടായല്ലോ, അതിനാൽ അങ്ങക്ക് വളരെ കാലം ജീവിച്ചിരിക്കൂ. സംജീവ ശാശ്വതി, അതിനാൽ അങ്ങ് വളരെ കാലം ഈ ലോകത്തിൽ ആയുസ്സും ആരോഗ്യത്തോടും കൂടിയിട്ട് ജീവിച്ചിരിക്കുന്നു. വീരവര്യ പിതപൃഥ്വിയാ സമാ സംജീവ ശാശ്വതി, പൃഥ്വിയുടെ നാഥനായിട്ടുള്ള വീരശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങ് ഇവിടെ വളരെ കാലം ജീവിച്ചിരിക്കണം. ശാശ്വതീ സമാ, വളരെ വളരെ കാലം ജീവിച്ചിരിക്കണം. യസ്യേദൃശ്യ അച്യുതേ ഭക്തി, ഈ വിധത്തിലുള്ള അച്യുതനിലുള്ള ഭക്തി സർവലോകൈക ഭർത്തരി, സർവലോകത്തിനും നാഥനായിരിക്കുന്ന മഹാവിഷ്ണുവിൽ ഈദൃശം ഭക്തി തസ്യേദൃശേ ഭക്തി ഉണ്ടായല്ലോ അങ്ങക്ക് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങളെ ഹേ വീരവര്യ, അല്ലയോ വീരന്മാരിൽ ശ്രേഷ്ഠനായവനും, പൃഥ്വിയാ പിതാ, രാജ്യത്തിൻ്റെ പിതാവുമായിട്ടുള്ളവനെ, യസ്യ യാതൊരങ്ങയ്ക്ക് സർവലോകൈക ഭർത്തരി, സർവലോകങ്ങളുടെയും ഒരേ ഒരു നാഥനായിരിക്കുന്ന അച്യുതേ മഹാവിഷ്ണുവിൽ ഈദൃശി, ഈ വിധം ഭക്തിയുണ്ടായല്ലോ, അതിനാൽ ശാശ്വതീ സമാ, വളരെ വളരെ കാലം സംജീവ, ജീവിച്ചിരിക്കൂ. ഒന്നുകൂടി പറയാം. ഹേ വീരവര്യ, അല്ലയോ വീരന്മാരിൽ ശ്രേഷ്ഠനായവനും, പൃഥ്വിയാ പിതഃ, രാജ്യത്തിൻ്റെ പിതാവുമായിട്ടുള്ളവനെ, യസ്യ യാതൊരങ്ങയ്ക്ക് സർവലോകൈക ഭർത്തരി, സർവലോകങ്ങളുടെയും ഒരേ ഒരു നാഥനായിരിക്കുന്ന അച്യുതേ, ആ മഹാവിഷ്ണുവിൽ ഈദൃശി, ഈ വിധം ഭക്തിയുണ്ടായല്ലോ, അതിനാൽ അശാശ്വതീ സമാ, വളരെ വളരെ കാലം സഞ്ജീവ, ജീവിച്ചിരിക്കൂ. അതിൽ തന്വയം വന്നിട്ട് ഹേ വീരവര്യ പൃഥ്വിയാ പിതഃ യസ്യ സർവലോകൈക ഭർത്തരി അച്യുതേ ഈദൃശീ ഭക്തി ശാശ്വതീ സമാഹ സംജീവ. എന്നുകൂടി പറയാം. ഹേ വീരവര്യ പൃഥ്വിയാ പിതഃ യസ്യ ലോകൈക ഭർത്തരി അച്യുതേ ഈദൃശീ ഭക്തി ശാശ്വതീ സമഹ സംജീവ സമാഹ സംജീവ ശാശ്വതീ സമാഹ സംജീവ. അല്ലയോ വീരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനും രാജ്യത്തിൻ്റെ പിതാവും ആയിട്ടുള്ളവനെ, യാതൊരങ്ങയ്ക്ക് സർവലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിൽ ഈ വിധം ഭക്തി ഉണ്ടായല്ലോ, അതിനാൽ അങ്ങ് വളരെ വളരെ കാലം ജീവിച്ചിരിക്കൂ. അപ്പോൾ അല്ലയോ വീരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ഭൂമിയുടെ പിതാവേ, സർവലോകങ്ങൾക്കും നാഥനായ മഹാവിഷ്ണുവിൽ ഇപ്രകാരം ഭക്തിയോടുകൂടിയ അങ്ങുന്ന് ചിരഞ്ജീവിയായിട്ട് ഭവിക്കട്ടെ. അപ്പോൾ ഹേ വീരാഗ്രഗണ്യ രാഷ്ട്രപിതാവേ, അങ്ങ് നീണാൾ വാഴുക. യാതൊരു അങ്ങയ്ക്ക് സർവലോകങ്ങളുടെയും ഏകനായകനായിരിക്കുന്ന ഈ ശ്രീഹരിയിൽ ഈ വിധത്തിലുള്ള ഭക്തി സംഭവിച്ചുവല്ലോ. അപ്പോൾ ഹേ വീരശ്രേഷ്ഠ ഭൂപതേ, അങ്ങ് വളരെ കാലം സുഖമായി ജീവിച്ചിരിക്കണം. സർവലോകങ്ങളുടെയും ഏകഭർത്താവായിരിക്കുന്ന ശ്രീഹരിയിൽ ആർക്കാണോ ഇപ്രകാരം ഉള്ള ഭക്തി ഭവിച്ചത്, അത് അങ്ങയുടെ മഹാഭാഗ്യം തന്നെ. ഇതിൽ വ്യാഖ്യാനം വന്നിട്ട് ഹേ വീര, അല്ലയോ വീരശ്രേഷ്ഠ, യസ്യ തവ ഹരാവീദൃശി, ഇപ്രകാരം അങ്ങയുടെ ഹരിയിലുള്ള ഇപ്രകാരമുള്ള ഭക്തി, സത്വം, അതുകൊണ്ട് ബഹുവർഷാണി ജീവ, അനേക വർഷം അങ്ങ് ജീവിച്ചിരിക്കട്ടെ. യസ്യ തവ, ഇപ്രകാരമുള്ള അങ്ങയുടെ ഹരാവീദൃശി, ആ ഹരിയിലുള്ള ആ ഇപ്രകാരമുള്ള ഭക്തി, ആ ഭക്തി കൊണ്ട് സഹത്വം, അങ്ങ് ബഹുവർഷാണി ജീവ, അങ്ങ് അനവധി വർഷക്കാലം ജീവിച്ചിരിക്കട്ടെ. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് യസ്യ തവ ഹരാവീദൃശി ഭക്തി സത്വം ബഹുവർഷാണി ജീവ, ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 49. അഹോ വയം ഹൃദ്യ പവിത്രകീർത്തേ
ത്വയൈവ നാഥേന മുകുന്ദനാഥാഃ യ ഉത്തമശ്ലോകതമസ്യ വിഷ്ണോർ ബ്രഹ്മണ്യദേവസ്യ കഥാ വ്യനക്തി അഹോ വയം ഹൃദ്യ പവിത്രകീർത്തേ ത്വയൈവ നാഥേന മുകുന്ദനാഥാഃ യ ഉത്തമശ്ലോകതമസ്യ വിഷ്ണോർ ബ്രഹ്മണ്യദേവസ്യ കഥാം വ്യനക്തി. അല്ലയോ പരിപാവനമായിരിക്കുന്ന യശസ്സോടുകൂടിയവനെ, പവിത്രകീർത്തേ, ഞാൻ യാതൊരു അങ്ങ് പുണ്യകീർത്തിമാന്മാരിൽ അതിശ്രേഷ്ഠനും അതുപോലെ ബ്രാഹ്മണ ഭക്തനും ആയ മഹാവിഷ്ണുവിൻ്റെ ചരിത്രത്തെ വ്യക്തമാക്കുന്നുവോ, അതിനാൽ അത് അങ്ങാകുന്ന ആ നാഥനാൽ തന്നെ ഞങ്ങളാകട്ടെ ഈ മുകുന്ദനാകുന്ന നാഥനോടുകൂടിയവരായിട്ട് അഹോ ആശ്ചര്യം ഇങ്ങനെ ഇവിടെ കഴിയുന്നു. അഹോ വയം ഹൃദ്യ പവിത്ര കീർത്തേ, അല്ലയോ പരിപാവനമായിരിക്കുന്ന യശസ്സോടു കൂടിയവനെ, ത്വയൈവ നാഥേന മുകുന്ദനാഥ, അങ്ങയുടെ ആ നാഥത്വത്തിൽ ആ ഭഗവാനാകുന്ന നാഥനോട് കൂടിയിട്ട്, മുകുന്ദനാകുന്ന നാഥനോട് കൂടിയിട്ട്, യത് ഉത്തമ ശ്ലോകതമസ്യ വിഷ്ണു, ആ പുണ്യകീർത്തിമാരിൽ അതിശ്രേഷ്ഠനും പിന്നെ ബ്രഹ്മണ്യദേവസ്യ, ആ ബ്രാഹ്മണ ഭക്തനുമായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ചരിത്രത്തെ കഥാം വ്യനക്തി, ആ ചരിത്രത്തെ അങ്ങനെ വ്യക്തമാക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അങ്ങക്ക് നാഥനോട് കൂടിയവനായി മുകുന്ദനാഥനോട് കൂടിയവരായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. ഇത് വളരെ ആശ്ചര്യകരമാണ്. അഹോവയം ഹൃദ്യ പവിത്ര കീർത്തേ ത്വയൈവ നാഥേന മുകുന്ദനാഥ യ ഉത്തമ ശ്ലോകതമസ്യ വിഷ്ണോർ ബ്രഹ്മണ്യദേവസ്യ കഥാം വ്യനക്തി. ഹേ പവിത്ര കീർത്തേ, അല്ലയോ പരിപാവനമായിരിക്കുന്ന യശസ്സോടു കൂടിയവനെ, യഹ യാതൊരു അങ്ങ് ഉത്തമ ശ്ലോകതമസ്യ പൂർണ്ണകീർത്തിമാന്മാരിൽ അതിശ്രേഷ്ഠനും ബ്രഹ്മണ്യദേവസ്യ ബ്രാഹ്മണ ഭക്തനും ആയിരിക്കുന്ന വിഷ്ണുവോ, മഹാവിഷ്ണുവിൻ്റെ കഥാം ചരിത്രത്തെ വ്യനക്തി വ്യക്തമാക്കുന്നു. അതിനാൽ അതുകൊണ്ട് തന്നെ ത്വയ അങ്ങയാകുന്ന നാഥേന ഏവ, ആ നാഥനാൽ തന്നെ, അങ്ങയാകുന്ന നാഥനാൽ തന്നെ, വയം ഹി ഞങ്ങളാകട്ടെ, അദ്യ ഇന്ന്, മുകുന്ദനാകുന്ന നാഥനോട് കൂടിയവരായിട്ട് അഹോ ആശ്ചര്യം ഇവിടെ കഴിയണു. ഒന്നും കൂടി പറയാം. ഹേ പവിത്ര കീർത്തേ, അല്ലയോ പരിപാവനമായിരിക്കുന്ന യശസ്സോടു കൂടിയവനെ, യഹ യാതൊരു അങ്ങ് ഉത്തമ ശ്ലോകതമസ്യ പുണ്യകീർത്തിമാന്മാരിൽ അതിശ്രേഷ്ഠനും ബ്രഹ്മണ്യദേവസ്യ ബ്രാഹ്മണ ഭക്തനുമായിരിക്കുന്ന വിഷ്ണോഹോ മഹാവിഷ്ണുവിൻ്റെ കഥാം ചരിത്രത്തെ വ്യനക്തി വ്യക്തമാക്കുന്നുവോ, അതിനാൽ ത്വയ അങ്ങാകുന്ന നാഥേന ഏവ ആ നാഥനാൽ തന്നെ, വയം ഹി ഞങ്ങളാകട്ടെ, അദ്യ ഇന്ന്, മുകുന്ദനാകുന്ന നാഥനോട് കൂടിയവനായിട്ട് അഹോ ആശ്ചര്യം ഇവിടെ കഴിയണു. തന്വയം ഹേ പവിത്ര കീർത്തയെ യഹ ഉത്തമശ്ലോകതമസ്യ ബ്രഹ്മണ്യദേവസ്യ വിഷ്ണോ കഥാം വ്യനക്തി ത്വയാ നാഥേന ഏവ വയം ഹി അദ്യ മുകുന്ദനാഥാഃ അഹോ. എന്നുകൂടി പറയാം. ഹേ പവിത്ര കീർത്തയെ യഹ ഉത്തമശ്ലോകതമസ്യ ബ്രഹ്മണ്യദേവസ്യ വിഷ്ണോ കഥാം വ്യനക്തി ത്വയാ നാഥേന ഏവ വയം ഹി, ത്വയാ നാഥേന ഏവ വയം ഹി അദ്യ മുകുന്ദനാഥാഃ അഹോ. അപ്പോൾ അല്ലയോ പരിപാവനമായിരിക്കുന്ന യശസ്സോട് കൂടിയവനെ, യാതൊരു അങ്ങ് ആ പുണ്യകീർത്തിമാരിൽ അതിശ്രേഷ്ഠനും ബ്രാഹ്മണ ഭക്തനുമായിരിക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ ചരിത്രത്തെ വ്യക്തമാക്കുന്നു. അതിനാൽ അങ്ങാകുന്ന ആ നാഥനാൽ തന്നെ ഞങ്ങളാകട്ടെ ഇന്ന് ആ മുകുന്ദനാകുന്ന കൂടിയവരായിട്ട് ഇരിക്കുന്നു. ആശ്ചര്യം. ഇവിടെ ഹേ പുണ്യകീർത്തേ, അങ്ങാവുന്ന നാഥനാൽ തന്നെ ഇന്ന് ഞങ്ങൾ തികച്ചും ആ മുകുന്ദനാവുന്ന നാഥനോട് കൂടിയവരായിട്ട് ഇരിക്കുന്നു. മഹാഭാഗ്യം യാതൊരു അങ്ങ് പുണ്യകീർത്തിയുള്ളവരിൽ അത്യുത്തമനായിരിക്കുന്നവനും ബ്രാഹ്മണ ഭക്തനുമായിരിക്കുന്ന ശ്രീഹരിയുടെ കഥയെ വ്യക്തമാക്കുന്നു. ഇവിടെ
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹേ പവിത്ര കീർത്തേ, അല്ലയോ പവിത്രമായ യശസ്സോട് കൂടിയവനെ, അവിടുന്ന് നാഥനായിട്ട് വന്നത് നിമിത്തം ഞങ്ങൾക്ക് ആ സാക്ഷാൽ മഹാവിഷ്ണുവിന് തന്നെ നാഥനായി വന്നിരിക്കുന്നു. ആശ്ചര്യം തന്നെ. ഉത്തമ ശ്ലോകന്മാരിൽ അതിശ്രേഷ്ഠനും ഭഗവാൻ ബ്രാഹ്മണ ഭക്തനായിട്ട് ഭവിച്ച കഥ അങ്ങ് ഞങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകനാഥനായിരിക്കുന്ന അങ്ങ് തന്നെ ആ ബ്രാഹ്മണ ഭക്തനായിട്ട് ഭവിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങളിൽ വിഷ്ണുവിൻ്റെ പ്രീതി ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ അഹോ, ആശ്ചര്യം തന്നെ, വയം അദ്യ, ഞങ്ങൾ ഇന്ന് ത്വയാനാഥേന, അങ്ങയുടെ നാഥത്വത്തിൽ, സനാഥ, സനാഥൻ ആയിട്ട് ഭവിച്ചിരിക്കുന്നു. അതായത് ഭഗവാൻ നാഥനായിട്ട് നമുക്ക് ഭവിച്ചിരിക്കുന്നു എന്നർത്ഥം. അഹോ വയമദ്യ, ഞങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ തന്നെ ഇന്ന്, അഹോ ആശ്ചര്യം, ഞങ്ങൾ ഇന്ന് ത്വയാ അങ്ങയുടെ നാഥേന, അങ്ങയുടെ നാഥത്വത്തിൽ, സനാഥാഹ, ആ ഭഗവാനാകുന്ന നാഥനോട് കൂടിയവരായിട്ട് തീർന്നിരിക്കുന്നു. സ്മ, അഹോ വയമദ്യത്വയാ നാഥേന സനാഥാ സ്മഹ എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 50-ാമത്തെ ശ്ലോകം. 50-ാമത്തെ ശ്ലോകം. നാത്യത്ഭുതമിദം നാഥ തവാജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതികരുണാത്മനാം. നാത്യത്ഭുതമിദം നാഥ തവാജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതികരുണാത്മനാം. അല്ലയോ നാഥ, ആ പ്രജാവാത്സല്യം, ദയാവായ്പുള്ള ആ മഹാത്മാക്കളുടെ ആ സ്വഭാവം ആണ് അങ്ങയുടെ ആ ജീവ്യാനുശാസനം, ആ ആശ്രിതർക്കുള്ള ഉപദേശം എന്നർത്ഥം. ഇത് വളരെ ആശ്ചര്യം, അത്യത്ഭുതം ആശ്ചര്യകരം അല്ല, ഇത് അങ്ങ് വളരെ അത്രയ്ക്കൊന്നും ആശ്ചര്യം ഉണ്ടാക്കണമല്ല, അങ്ങയുടെ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞു. അല്ലയോ നാഥ, പ്രജാവാത്സല്യം, ആ ദയാവായ്പുള്ള ആ മഹാത്മാക്കളുടെ ആ സ്വഭാവമാണ്. പ്രജാവാത്സല്യം എന്ന് പറയുന്നത് ആ മഹാത്മാക്കളുടെ സ്വഭാവമാണ്. അതിനാൽ അങ്ങയുടെ ഈ ആശ്രിതന്മാർക്കുള്ള ഉപദേശത്തിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നാത്യത്ഭുതമിദം നാഥ തവ ജീവ്യാനുശാസനം പ്രജാനുരാഗോ മഹതാം പ്രകൃതി കരുണാത്മനാം. ഹേ നാഥ, അല്ലയോ നാഥ, പ്രജാനുരാഗ, ആ പ്രജാവാത്സല്യം, കരുണാത്മനാം, ദയാവായ്പുള്ള, മഹതാം, മഹാത്മാക്കളുടെ പ്രകൃതി സ്വഭാവമാണ്. അതിനാൽ തവ ഇദം, അങ്ങയുടെ ഈ ആജീവ്യാനുശാസനം, ആശ്രിതന്മാർക്കുള്ള ഉപദേശം, അത്യത്ഭുതം വലിയ ആശ്ചര്യം ഉണ്ടാക്കുന്നതല്ല. എന്നുകൂടി പറയാം. ഹേ നാഥ, അല്ലയോ നാഥ, പ്രജാനുരാഗ, ആ പ്രജാവാത്സല്യം, കരുണാത്മനാം, ദയാവായ്പുള്ള, മഹതാം, മഹാത്മാക്കളുടെ പ്രകൃതി സ്വഭാവമാണ്. അതിനാൽ തവ ഇദം, അങ്ങയുടെ ഈ ആജീവ്യാനുശാസനം, ആശ്രിതന്മാർക്കുള്ള ഉപദേശം, അത്യത്ഭുതം ആശ്ചര്യകരമല്ല. അപ്പോൾ ഹേ നാഥ, പ്രജാനുരാഗ കരുണാത്മനാം മഹതാം പ്രകൃതി തവ ഇദം ആജീവ്യാനുശാസനം അത്യത്ഭുതം എന്നുകൂടി പറയാം. ഹേ നാഥ, പ്രജാനുരാഗ കരുണാത്മനാം മഹതാം പ്രകൃതി തവ ഇദം ആജീവ്യാനുശാസനം അത്യത്ഭുതം. അല്ലയോ നാഥ, ആ പ്രജാവാത്സല്യം, ദയാവായ്പുള്ള മഹാത്മാക്കളുടെ സ്വഭാവം ആണ്. അതിനാൽ അങ്ങയുടെ ഈ ആശ്രിതന്മാർക്കുള്ള ഉപദേശം ആശ്ചര്യകരം അല്ല. അപ്പോൾ അല്ലയോ സൽകീർത്തിമായനായിട്ടുള്ളവനെ, ഞങ്ങളുടെ നാഥൻ വിഷ്ണുഭക്തനായിരിക്കുന്ന അങ്ങയാകയാൽ വിഷ്ണു ഞങ്ങൾക്കും നാഥനായിരിക്കുന്നു. അങ്ങന്ന് ആ ബ്രാഹ്മണ ഭക്തനും സൽകീർത്തിമാനുമായ വിഷ്ണു ഭഗവാന്റെ കഥകളെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നുവല്ലോ. ആ കാരണത്താൽ ഞങ്ങൾക്ക് ഭഗവത് ഭക്തി വർദ്ധിക്കാൻ കാരണമായി. അല്ലയോ സ്വാമിൻ, ഞങ്ങൾക്ക് അങ്ങന്ന് ഇപ്രകാരം ഉപദേശം നൽകിയതിൽ അത്ഭുതമില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാമിൻ, അങ്ങയുടെ ഈ
സേവക ജനാനുശാസന പ്രഖ്യാപനം. അധികം ആശ്ചര്യകരം ആയതൊന്നും അല്ല പ്രജാസ്നേഹം എന്നത് ആ ദയാർദ്രചിത്തരായിരിക്കുന്ന മഹാത്മാക്കളുടെ സ്വഭാവം ആണ്. ഈ നാഥ, അങ്ങയുടെ ആ ആശ്രിതന്മാരായിരിക്കുന്ന ഞങ്ങളുടെ ആ സതുപദേശങ്ങൾ കൊണ്ട് ഇപ്രകാരം ശാസിച്ചതിൽ അത്ഭുതത്തിന് അവകാശം ഇല്ല. എന്തുകൊണ്ടെന്നാൽ ആ പരന്മാർ ആ നരകത്തിൽ പതിക്കാതിരിക്കണം എന്നുള്ള ആ കാരുണ്യം കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുന്ന മഹാന്മാരുടെ മനസ്സിൽ ആ പ്രജകളെക്കുറിച്ചുള്ള അനുരാഗം അവരുടെ ജന്മസ്വഭാവം ആകുന്നു. ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താ നോക്കാം. ഹേ നാഥ, അല്ലയോ നാഥ, സേവകാനാം തവ സമ്യക് അനുശാസനം അത്ഭുതം. ആ സേവകന്മാർക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ആ സമ്യക്കാകും വണ്ണമുള്ള ആ ശാസനങ്ങൾ, ഉപദേശങ്ങളിൽ അത്ഭുതം ഇല്ല. ഏതോ മഹതാം ഏഷ സ്വഭാവ ഏവ. ഇത് മഹാത്മാക്കളുടെ സ്വഭാവം തന്നെ ആയതുകൊണ്ട് അങ്ങ് ഇപ്പോൾ ഉപദേശിച്ച ആ സതുപദേശങ്ങളിൽ വലിയ ആശ്ചര്യം തോന്നുന്നില്ല എന്നർത്ഥം. അപ്പോൾ സേവകാനാം തവ സമ്യക് അനുശാസനം, ആ സേവകന്മാരിൽ തവ അങ്ങയുടെ സമ്യക്കാകും വണ്ണമുള്ള അനുശാസനം അത്ഭുതം വലിയ അത്ഭുതമുണ്ടാക്കുന്നതല്ല. എന്തുകൊണ്ടാണ്? ഏതോ ഇത് മഹതാമേഷ മഹാത്മാക്കളുടെ സ്വഭാവം ഏവ, മഹാത്മാക്കളുടെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമില്ല. ഹേ നാഥ, സേവകാനാം തവ സമ്യക് അനുശാസനം അത്ഭുതം ന യതോ മഹതാമേഷ സ്വഭാവ ഏവ ഉള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അദ്യനസ്തമസ പാരസ്ത്വയോപാസാദിത പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർദൈവ സംനിധൈഃ. അദ്യനസ്തമസ പാരസ്ത്വയോപാസാദിത പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർ ദൈവസംനിധൈഃ. അല്ലയോ പ്രഭോ, ആ ദൈവേച്ഛയ്ക്കനുസരിച്ചിട്ട് കർമ്മങ്ങളാൽ ആ കാഴ്ച നശിച്ചവരായിട്ട് നട്ടം തിരിയുന്ന ഞങ്ങൾക്ക് ഇന്ന് അങ്ങയാൽ ആ അജ്ഞാനാന്ധകാരത്തിൽ നിന്നും മറുകര സാധിക്കപ്പെട്ടു. അദ്യ ഇന്ന് നസ്തമസ, ആ തമസില്ലാതെ ആയി നമ്മൾക്ക് ഇന്ന് ആ തമസില്ല. പാരസ്ത്വയോപാസാദിത പ്രഭോ, ആ മറുകര സാധിക്കപ്പെട്ടു. പരസ്ത്വയോപാസിത, അങ്ങയാൽ നമ്മൾക്ക് മറുകര സാധിക്കപ്പെട്ടു. പ്രഭോ, അല്ലയോ പ്രഭോ, ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം, നമ്മൾ ആ കാഴ്ച നശിച്ചവരായിട്ട് നട്ടം തിരിയുന്ന കർമ്മഭിർ ദൈവസംനിധൈഃ, ആ കർമ്മങ്ങളാൽ അതുപോലെ ദൈവേച്ഛയ്ക്കനുസരിച്ച് കർമ്മങ്ങളാൽ കാഴ്ച നശിച്ചവരായിട്ട് നട്ടം തിരിയുന്ന ഞങ്ങൾ ആണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇന്ന് അങ്ങയാൽ ആ ജ്ഞാനാന്ധകാരത്തിൽ നിന്നും മറുകര സാധിക്കപ്പെട്ടു. അതിലത്തെ പദങ്ങൾ ഹേ പ്രഭോ, അല്ലയോ പ്രഭോ, ദൈവസംനിധൈഃ, ആ ദൈവേച്ഛയ്ക്കനുസരിച്ച് കർമ്മഭി, കർമ്മങ്ങളാൽ നഷ്ടദൃഷ്ടീനാം, കാഴ്ച നശിച്ചവരായിട്ട് ഭ്രാമ്യതാം, നട്ടം തിരിയുന്ന നഹ ഞങ്ങൾക്ക് അദ്യ ഇന്ന് ത്വയാ അങ്ങയാൽ തമസഹ അജ്ഞാനാന്ധകാരത്തിൻ്റെ പാരഹ മറുകര ഉപാസാദിതഃ സാധിക്കപ്പെട്ടു. എന്നുകൂടി പറയാം. ഹേ പ്രഭോ, അല്ലയോ പ്രഭോ, ദൈവസംനിധൈഃ, ദൈവേച്ഛയ്ക്കനുസരിച്ച് കർമ്മഭി, കർമ്മങ്ങളാൽ നഷ്ടദൃഷ്ടീനാം, കാഴ്ച നശിച്ചവരായിട്ട് ഭ്രാമ്യതാം, നട്ടം തിരിയുന്ന നഹ ഞങ്ങൾക്ക് അദ്യ ഇന്ന് ത്വയാ അങ്ങയാൽ തമസഹ അജ്ഞാനാന്ധകാരത്തിൻ്റെ പാരഹ മറുകര ഉപാസാദിതഃ സാധിക്കപ്പെട്ടു. അതിൽ തന്നെ വന്നിട്ട് ഹേ പ്രഭോ, ദൈവസംനിധൈഃ കർമ്മഭിः നഷ്ടദൃഷ്ടീനാം ഭ്രാമ്യതാം നഹ അദ്യ ത്വയാ തമസഃ പാരഃ ഉപാസാദിതഃ. എന്നുകൂടി പറയാം. ഹേ പ്രഭോ, ദൈവസംനിധൈഃ കർമ്മഭിः നഷ്ടദൃഷ്ടീനാം ഭ്രാമ്യതാം നഹ അദ്യ ത്വയാ തമസഃ പാരഃ ഉപാസാദിതഃ. അല്ലയോ പ്രഭോ, ആ ദൈവേച്ഛയ്ക്കനുസരിച്ച് കർമ്മങ്ങളാൽ കാഴ്ച നശിച്ചവരായിട്ട് നട്ടം തിരിയുന്ന ഞങ്ങൾക്ക് ഇന്ന് അങ്ങയാൽ അജ്ഞാനാന്ധകാരത്തിൻ്റെ മറുകര സാധിക്കപ്പെട്ടു. അപ്പോൾ അല്ലയോ സ്വാമി, ഞങ്ങൾക്ക് അങ്ങ് ഇപ്രകാരം ഉപദേശം നൽകിയതിൽ അത്ഭുതമില്ല. ഞങ്ങൾ അങ്ങയുടെ ആശ്രിതന്മാരാണ്. കരുണാശാലികളായിരിക്കുന്ന മഹാരാജാക്കന്മാരുടെ സ്വഭാവമാണ് പ്രജകളോടുള്ള ഈ കരുണ.
കരുണാമയമായിരിക്കുന്ന സമീപനം. അങ്ങ് ഞങ്ങളുടെ ആ അജ്ഞാനം അകറ്റി ആ ഈശ്വരച്ഛയ്ക്കനുസരിച്ച് ആ പ്രാരബ്ധം അനുഭവിച്ച് ഉൾക്കാഴ്ച നശിച്ച് വട്ടം തിരിയുന്ന ഞങ്ങൾക്ക് നേർവഴി കാട്ടിത്തരുന്നുവല്ലോ. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹേ പ്രഭോ, ആ പ്രാരബ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കർമ്മങ്ങളാൽ കാഴ്ച നഷ്ടപ്പെട്ടവരായി നട്ടം തിരിയുന്ന ഞങ്ങളെ ഇന്ന് അങ്ങയാൽ ആ അജ്ഞാനാന്ധകാരത്തിൻ്റെ മറുകര എത്തിക്കപ്പെട്ടുവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹേ പ്രഭോ, പ്രാരബ്ധകർമ്മങ്ങളുടെ ഫലമായിട്ട് ആ ജനന മരണങ്ങളിൽ ഭ്രമിച്ചു കൊണ്ടിരിക്കുന്നവരും അജ്ഞാനത്തിൽ മുഴുകിയവരും ആയിട്ടുള്ള ഞങ്ങളുടെ അവിവേകമാകുന്ന കണ്ണിന് ജ്ഞാനത്തിൻ്റെ വെളിച്ചം നൽകിയ അങ്ങയാൽ ഞങ്ങൾ ആ സംസാര സമുദ്രത്തിൽ മറുകരയെത്താനുള്ള തീരത്തിന് സമീപം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ഏതോ മഹതാമേവ സ്വഭാവയേവ അദ്യ ത്വയാ തമസഃ, ഇന്ന് അങ്ങയുടെ തമസഃ പാരോ, ആ അജ്ഞാനാന്ധകാരത്തിൽ നിന്നും അപ്പുറത്തുള്ള ഭാഗത്തെ ദർശിതഃ കാണപ്പെട്ടു. ഇതാണ് 51-ാമത്തെ ശ്ലോകത്തിൽ. അദ്യ ത്വയാ, ഇപ്പോൾ തമസഃ പാരോ, ആ അജ്ഞാനത്തെ തരണം ചെയ്ത് ദർശിതഃ, ആ ദർശനം സാധിച്ചു, ജ്ഞാനത്തിൻ്റെ ദർശനം സാധിച്ചു. അദ്യ ത്വയാ തമസഃ പാരോ ദർശിതഃ, അദ്യഃ ഇന്ന്, പെട്ടെന്ന്, ത്വയാ ഇന്ന്, ഇപ്പോൾ എന്നർത്ഥം. ഇപ്പോൾ അങ്ങയുടെ തമസ, അങ്ങയുടെ അജ്ഞാനമാകുന്ന ആ അവസ്ഥയെ പാരോ, അതിനപ്പുറം എത്തിയിട്ട് ദർശിക്കപ്പെട്ടു, അങ്ങയെ കാണപ്പെട്ടു എന്നുള്ളതാണ്. അദ്യ ത്വയാ തമസഃ പാരോ ദർശിതഃ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ നമോ വിവൃദ്ധസത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീദം സ്വതേജസ. നമോ വിവൃദ്ധസത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീദം സ്വതേജസ. അപ്പോൾ യാതൊരാളാണോ ആ ബ്രാഹ്മണകുലത്തെ സ്വീകരിച്ച് ആ ക്ഷത്രിയന്മാരെയും ആ ക്ഷത്രിയ കുലത്തെ സ്വീകരിച്ച് ആ ബ്രാഹ്മണരെയും ആ ബ്രാഹ്മണ ക്ഷത്രിയ ഭാവത്തെ സ്വീകരിച്ച് ഇവരെ എല്ലാവരെയും സ്വന്തം ആ തേജസ്സിനാൽ അഭരിക്കുന്നുവോ, അങ്ങനെയുള്ള പ്രവൃദ്ധ സത്വഗുണസമ്പന്നനായിരിക്കുന്ന ആ മഹാപുരുഷ ശ്രേഷ്ഠനായിക്കൊണ്ട് ആ പൃഥുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ്. അപ്പോൾ യാതൊരാൾ ആ ബ്രാഹ്മണകുലത്തെ സ്വീകരിച്ച് ബ്രാഹ്മണരാൽ യജിക്കപ്പെട്ട് യജ്ഞങ്ങളെയൊക്കെ ചെയ്യിച്ചിട്ട് ക്ഷത്രിയരെയും ക്ഷത്രിയ കുലത്തെ സംരക്ഷിച്ചു. അതുപോലെ ക്ഷത്രിയ കുലത്തെ ക്ഷത്രിയ കുലത്തെ സ്വീകരിച്ചിട്ട് ബ്രാഹ്മണരെയും ബ്രഹ്മക്ഷത്രം ആ ബ്രാഹ്മണക്ഷത്രിയ ഭാവത്തെ വേണ്ട വിധത്തിൽ രണ്ടും സ്വീകരിച്ചിട്ട് അവശ്യം സ്വീകരിച്ചിട്ട് ഇവരെ എല്ലാവരെയും സ്വതേജസ്സ സ്വന്തം തേജസ് കൊണ്ട് ആരാണോ ഭരിക്കുന്നത് അങ്ങനെയുള്ള ആ പ്രവൃദ്ധ സത്വഗുണസമ്പന്നായ മഹീയസേ പുരുഷായ മഹാപുരുഷ ശ്രേഷ്ഠനായിക്കൊണ്ട് നമോ നമഃ നമസ്കാരം എന്ന് പറയുകയാണ്. അപ്പോൾ യാതൊരാൾ ആ ബ്രാഹ്മണകുലത്തെ ആവശ്യ സ്വീകരിച്ച് ക്ഷത്രിയരെയും ക്ഷത്രിയകുലത്തെ ആവശ്യ സ്വീകരിച്ച് ബ്രാഹ്മണരെയും ബ്രാഹ്മണക്ഷത്രിയ ഭാവത്തെ ആവശ്യ സ്വീകരിച്ച് ഇവരെ എല്ലാവരെയും സ്വതേജസ സ്വന്തം തേജസ്സിനാൽ സ്വകീയമായ തേജസ്സിനാൽ വിഭർത്തി തസ്മൈ ഭരിക്കുന്നുവോ അങ്ങനെയുള്ള പ്രവൃദ്ധ സത്വഗുണസമ്പന്നനായിരിക്കുന്ന മഹീയസേ പുരുഷായ മഹാപുരുഷ ശ്രേഷ്ഠനായിക്കൊണ്ട് നമഃ നമസ്കാരം.
അപ്പോൾ യഹ യാതൊരാൾ ബ്രഹ്മ ആ ബ്രാഹ്മണകുലത്തെ ആവശ്യ സ്വീകരിച്ച് ക്ഷത്ര ക്ഷത്രിയരെയും ക്ഷത്രം ക്ഷത്രിയകുലത്തെ ആവശ്യ സ്വീകരിച്ച് ക്ഷത്രിയകുലത്തെ സ്വീകരിച്ച് ബ്രാഹ്മണകുലത്തെയും ബ്രഹ്മക്ഷത്രം ബ്രാഹ്മണക്ഷത്രിയ ഭാവങ്ങളെ ആവശ്യ സ്വീകരിച്ചിട്ട് അവയെല്ലാം സ്വീകരിച്ചിട്ട് ഇവരെ എല്ലാവരെയും സ്വതേജസ സ്വന്തം തേജസ് കൊണ്ട് വിഭർത്തി തസ്മൈ ഭരിക്കുന്നുവോ അങ്ങനെയുള്ള ആ വിവൃദ്ധസത്വായ പ്രവൃദ്ധസത്വഗുണസമ്പന്നനായിരിക്കുന്ന മഹീയസേ പുരുഷായ മഹാപുരുഷ ശ്രേഷ്ഠനായിക്കൊണ്ട് നമസ്കാരം. പരിതാന്വയം യഹ ബ്രഹ്മ ആവിശ്യ ക്ഷത്രം ക്ഷത്രം ആവിശ്യ ബ്രഹ്മക്ഷത്രം ആവിശ്യ ഇദം സ്വതേജസാ ബിഭർത്തി വിവൃദ്ധസത്വായ മഹീയസേ പുരുഷായ നമഃ. എന്നുകൂടി പറയാം. യഹ ബ്രഹ്മ ആവിശ്യ ക്ഷത്രം ക്ഷത്രം ആവിശ്യ ബ്രഹ്മക്ഷത്രം ആവിശ്യ ഇദം സ്വതേജസാ ബിഭർത്തി വിവൃദ്ധസത്വായ മഹീയസേ പുരുഷായ നമഃ. യാതൊരാൾ ആ ബ്രാഹ്മണകുലത്തെ സ്വീകരിച്ച് ക്ഷത്രിയരെയും ക്ഷത്രിയകുലത്തെ സ്വീകരിച്ച് ആ ബ്രാഹ്മണരെയും ബ്രാഹ്മണക്ഷത്രിയ ഭാവത്തെ സ്വീകരിച്ച് ഇവരെ എല്ലാവരെയും സ്വന്തം തേജസ്സിനാൽ ഭരിക്കുന്നുവോ അങ്ങനെയുള്ള ആ പ്രവൃദ്ധ സത്വഗുണസമ്പന്നനായിരിക്കുന്ന മഹാപുരുഷ ശ്രേഷ്ഠനായിക്കൊണ്ട് നമസ്കാരം. അങ്ങ് ഞങ്ങളുടെ ആ അജ്ഞാനമകറ്റി ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് പ്രാരബ്ധം അനുഭവിച്ച് ഉൾക്കാഴ്ച നശിച്ച് നട്ടം തിരിയുന്ന ഞങ്ങൾക്ക് നേർവഴി കാട്ടിത്തന്നുവല്ലോ. അല്ലയോ ഭഗവാനെ, അങ്ങ് അശുദ്ധസത്വസ്വരൂപിയായിരിക്കുന്ന മഹാപുരുഷനാണ്. അങ്ങ് ക്ഷത്രിയ ഭാവത്തെ സ്വീകരിച്ച് സ്വന്തം തേജസ് കൊണ്ട് വേദത്തെ സംരക്ഷിക്കുന്നു. ഇന്ദിരുവടിക്ക് നമസ്കാരം. ബ്രാഹ്മണജാതിയിൽ അവതരിച്ച ആ ദത്താത്രേയാദി അവതാരങ്ങൾ ആ ക്ഷത്രിയന്മാരെ കാർത്തവീര്യാദികളെ സംരക്ഷിക്കുന്നു. ആ ക്ഷത്രിയജാതിയിൽ പൃഥു ശ്രീരാമൻ മുതലായിട്ടുള്ള അവരായിട്ട് അവതരിച്ചിട്ട് ബ്രാഹ്മണരെയും ബ്രാഹ്മണക്ഷത്രിയ ഭാവത്തിൽ പരശുരാമനായിട്ട് അവതരിച്ച് ലോകം ആകമാനവും അങ്ങ് ഭരിക്കുന്നു. അങ്ങനെയുള്ള ആ ഇന്ദിരവടിക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വിപ്രാദികൾ ആ പൃഥുവിൻ്റെ സർവേശ്വരത്തെ ആ പ്രണമിച്ചിട്ട് എല്ലാറ്റിലും പരമശ്രേഷ്ഠമായിരിക്കുന്ന ആ ഭഗവാന്